നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അനീതിയും അക്രമങ്ങളുമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കാണാൻ സാധിക്കും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ചൂടാകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ നമ്മളെ തല്ലാൻ പോലും സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലൂടെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊരിക്കലും എനിക്ക് സ്ക്രീനിൽ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും ഇതിലൂടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാം. ഇതാ ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിലൂടെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ വിദ്യയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ചെറുതായിട്ട് വീഡിയോ എന്താണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കാണാനും സാധിക്കും. ആ ആൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ സ്ക്രീനിൽ നോക്കിയാലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണാനും സാധിക്കില്ല. ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഞാൻ കുറച്ചു കാലം മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഗാലറിയിൽ സേവ് ചെയ്യാൻ പറ്റില്ല. ഈ ഫയൽ മാനേജറിലൂടെയൊക്കെയാണ് അതിൽ നിന്ന് നമുക്കൊരു വീഡിയോ എടുത്താൽ തന്നെ അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗാലറിയിലേക്കൊക്കെ ഇതിനകത്ത് നിന്ന് എടുക്കുന്ന വീഡിയോകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് XS ക്യാമറ ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്, വെള്ളയും കറുപ്പുമായിട്ടുള്ള ഈ ലോഗോ ഉള്ള ആപ്ലിക്കേഷൻ. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ നേരെ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോകുക. ഇതേ വീഡിയോ തന്നെ FTM ക്രിയേഷൻ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് ഉണ്ടാകുക. നിങ്ങളിത് വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബട്ടൺ ലഭിക്കും, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പണായി കിട്ടും. ഇവിടെ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷനാണ്. ഇവിടെ ഗ്രാൻഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്യാമറ ആക്സസ് കൊടുക്കുക, മൈക്രോഫോൺ ആക്സസ് കൊടുക്കുക, അതുപോലെ തന്നെ അടുത്ത് ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഓവർ ദി അതർ ആപ്സ്, അതായത് ഇത് ഡിസ്പ്ലേയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമാണല്ലോ ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഓണായി കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം. XS ക്യാമറ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. സാംസങ് ഫോണിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ഓൺ ചെയ്യേണ്ടതുണ്ടാവും, ഇതുപോലെ ഓപ്പൺ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എല്ലാ പെർമിഷനും കൊടുത്തു കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ചെറുതായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന കാണാം. നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൻ്റെയും മെസ്സേജിൻ്റെയും ഇടയിലായിട്ട് ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ആപ്ലിക്കേഷനകത്ത് പോകും. ഇനി ജസ്റ്റ് ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ചെറുതായിട്ട് ക്യാമറ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വാട്സപ്പിൻ്റെയും. ഓക്കെ, ആ വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം. മറ്റേ ആപ്ലിക്കേഷൻ പോലെ നിങ്ങൾക്ക് വളഞ്ഞു തിരിഞ്ഞ് ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഗാലറിയിലേക്ക് സേവ് ആകുന്നതാണ്. ഇനി നിങ്ങൾക്കിത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും, ഏത് സമയത്ത് വേണം റെക്കോർഡാകാമെന്ന്. അതായത് സെറ്റ് ടൈം, ഏത് മാസം, ഏത് ദിവസം, ഏത് സമയം എല്ലാം നിങ്ങൾക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഇപ്പോൾ 21-ാം തീയതി ആണെങ്കിൽ 21-ാം തീയതി ഓക്കെ കൊടുക്കാം. ഇനി സെറ്റ് ടൈം ഏത് സമയത്ത്, ഇതിൽ 24 hours ആണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സമയം അറിയാമല്ലോ, ഏകദേശം 12 മണി ഇതാ ഇപ്പോൾ ഓക്കെ, ഞാൻ ആ സമയം തന്നെ കൊടുത്തിട്ടുണ്ട്. ആഡ് ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ റെക്കോർഡാകാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ആ പോകുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നിടത്ത് വീഡിയോ എടുക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. എങ്കിൽ ആൾക്കാരുടെ മുന്നിൽ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പോക്കറ്റിൽ വെച്ചാലും നിങ്ങളുടെ ഫോൺ കറക്റ്റ് നിങ്ങൾ വെച്ചിട്ടുള്ള ആ സമയത്ത് റെക്കോർഡാകുന്നതാണ്. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരയ്ക്കും ഗുഡ് ബൈ.